കലാഭവൻ മണിയുടെ മണികിലുക്കം എന്ന് പറയുന്ന പരിപാടിയും ഇവിടെ അവതരിപ്പിക്കുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ അവസാനത്തെ ഒരു ഷോ ആകുമെന്ന് ഞങ്ങൾ സ്വപ്നത്തിൽ പോലും കരുതിയിട്ടില്ല. അദ്ദേഹത്തിന് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അദ്ദേഹം നമ്മളോട് വിട പറഞ്ഞു. ശ്രീകൃഷ്ണപുരവും ഒറ്റപ്പാലവും കേരളവും വല്ലാത്ത ദുഃഖത്തിലാഴ്ത്തിയൊരു വിടവാങ്ങലായിരുന്നു അത്. മണിച്ചേട്ടൻ്റെ അവസാനത്തെ ഷോ നാടിനെ സമർപ്പിക്കുകയാണ്. കേരളത്തിലെ ജനഹൃദയങ്ങൾ തൊട്ടുണർത്തിയിട്ടുള്ള ആ പ്രിയപ്പെട്ട മണിച്ചേട്ടൻ്റെ അവസാനത്തെ ഷോ ഈ നാടിനു വേണ്ടി സമർപ്പിക്കാൻ ഞാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുകയാണ്. കലാഭവൻ മണിയുടെ സ്മരണയുടെ മുമ്പിൽ തലകുനിക്കുന്നു. അദ്ദേഹത്തിൻ്റെ മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. തെന്നിന്ത്യയുടെ പ്രിയപ്പെട്ട താരം കലാഭവൻ മണി ഒരുക്കുന്ന വെറൈറ്റി മ്യൂസിക്കൽ കോമഡി ഷോയിലേക്ക് ഹാർദമായ സ്വാഗതം. ഒപ്പം ജാതിയും മതവും ദേശവും ഭാഷയും എല്ലാം മറന്ന് ഈ നിറഞ്ഞ സദസ്സിൽ അല്പം വിനോദത്തിലേക്ക് നിങ്ങൾക്ക് ഇവർക്കും നല്ല ഒരു സംഗീത ഹാസ്യത ആശംസിച്ചുകൊണ്ട് കിഴക്കേ ചാലക്കുടി ചേനത്ത് നാട്ടിൽ കുന്നശ്ശേരി രാമന്റെയും അമ്മിണിയുടെയും 7 മക്കളിൽ 6ാമനായി 1971 കലാഭവൻ മണി എന്ന കറുത്ത പൊന്നു പിറന്നു വീണു. കൂലിപ്പണിക്കാരായ അച്ഛന്റെയും അമ്മയുടെയും കൈപിടിച്ച് മണി നടന്നു തുടങ്ങിയത് അവർക്ക് പുറകിലായിരുന്നില്ല. ജീവിത പ്രാരാബ്ധങ്ങളിൽ അവർക്കൊപ്പമായിരുന്നു മണിയുടെ ചുവടുകൾ. അച്ഛനായിരുന്നു മണിയുടെ ഗുരുവും വഴികാട്ടിയും. അച്ഛൻ പാടിയ നാടൻ പാട്ടുകൾ കേട്ടാണ് മണി പാടിത്തുടങ്ങിയത്. ചാലക്കുടി ബോയ്സ് ഹൈസ്കൂളിലെ പഠനത്തോടൊപ്പം ചാലക്കുടി പുഴയിൽ മണൽ വാരിയും ചാലക്കുടി ടൗണിൽ ഓട്ടോ ഓടിച്ചു നടന്ന നിഷ്കളങ്കനായ ബാലന്റെ മനസ്സിൽ എപ്പോഴോ ഒരു സിനിമാ മോഹം മുട്ടിട്ടു. പിന്നീടുള്ള മണിയുടെ ജീവിതയാത്രയിൽ ഒരു സിനിമാ നടനാകുന്നതിനുള്ള ജ്വാല ഒപ്പമുണ്ടായിരുന്നു. ആ യാത്ര മണിയെ കൊണ്ടുചെന്നെത്തിച്ചത് 1989 കലാഭവനിലെ വേദികളിലാണ്. ക്രിസ്ത്യൻ ആർട്സ് ക്ലബ് എന്ന പേരിലാണ് ഈ സ്ഥാപനം ആരംഭിച്ചത്. പിന്നീട് പലരുടെയും ആഗ്രഹപ്രകാരം അതിന് കലാഭവൻ എന്ന് പേര് കൊടുത്തു. അങ്ങനെ ചാലക്കുടിക്കാരൻ മണി കലാഭവൻ മണിയായി. നാടൻ ശീലുകളുടെ ആലാപന വൈഭവവും അനുകരണകലയുടെ പുതിയ രൂപവും സമ്മാനിച്ച കലാഭവൻ മണി അന്നത്തെ വേദികളിൽ പ്രേക്ഷകരുടെ നിറഞ്ഞ കൈയടി ഏറ്റുവാങ്ങി. ആയിരത്തി 1995 അക്ഷരം എന്ന ചലച്ചിത്രത്തിലെ ഒരു ഓട്ടോ ഡ്രൈവറുടെ വേഷത്തിൽ ചലച്ചിത്ര ലോകത്തേക്ക് എത്തിയെങ്കിലും 1996 ലോകിതദാസ് സുന്ദർദാസ് കൂട്ടുകെട്ടിൽ പിറന്ന സല്ലാപത്തിലെ രാജപ്പൻ എന്ന കഥാപാത്രം മലയാള സിനിമയ്ക്ക് സമ്മാനിച്ചത് കരുത്തനായ ഒരു നടനെയാണ്. എത്തുന്നിടത്ത് ഞാൻ ആർക്കും കൊടുക്കാറില്ല. പിന്നെ രാമചന്ദ്രനായതുകൊണ്ടാ. ഷാപ്പിൽ അളവ് പറഞ്ഞാൽ ശരിയാവില്ല. ഇന്ന് ഒരു വരി എന്നെ കൊണ്ട് പാടാൻ പറ്റില്ല. വീട്ടിൽ ചെന്ന് അമ്മോട് എന്താ പറയാ? 2 ദിവസമായി വീട്ടിലുള്ള ഒരു കട്ടൻ ചായ കുടിച്ച് വിശപ്പടക്കണ കൃഷ്ണേട്ടാ. നിന്റെ മുരളിക കേൾക്കുമ്പോൾ എൻ മനസ്സിൽ പാട്ടുണരും 1000 കനവുണരും. പിന്നീട് സഹനടനായും വില്ലനായും മികവ് പുലർത്തിയ മണി മലയാള സിനിമയിൽ നായകനായി. സാധാരണക്കാരന്റെ ജീവിതകഥ പറയുന്ന നിരവധി കഥാപാത്രങ്ങൾ മണിയിലൂടെ വെള്ളിത്തിരിയിൽ നാം കണ്ടു. മലയാളത്തിനൊപ്പം തമിഴ്, തെലുങ്ക്, കന്നഡ തുടങ്ങിയ ഭാഷകളിലും മണി പ്രിയപ്പെട്ടവനായി. വണ്ടേരി சொல் பேச்சு கேட்டு துள்ளுன துள்ளுத காலம் முறிச்சிருவா. பெருச்சாலி பார்க்காத பாதாளல்ல. கேட்டியலா? என்ன சீவிடுவா. போலீஸ் போலீஸ் எனக்கு கைஜி தெரியும். இது பாரு, இது போன் பண்ணி உள்ள தள்ளிடுறேன் பாரு. இந்த மாதிரி ஃபிகருங்க எல்லாம் எங்களுக்கு ஜென்மத்து கிடைக்குமா? இதுக்காக வாழ்நாள் பூரா ஜெயில இருந்தாலும் தப்புல. நீ கூப்பிடு. 1998 നിമ്മി മണിയുടെ സഹധർമ്മിണിയായി. മധുരകരമായ മണിയുടെ കുടുംബജീവിതത്തിൽ ഇരട്ടി മധുരവുമായി മണിയുടെ പ്രിയപ്പെട്ട മകൾ ശ്രീലക്ഷ്മി വന്നു. മലയാള സിനിമയിലെ ഈ പ്രഗത്ഭനായ നടനെ ആഘോഷത്തോടെ വേദികളിൽ സ്വീകരിക്കുന്നത് മലയാളത്തിൽ മറ്റാർക്കും കിട്ടാത്ത അംഗീകാരമാണ്. പ്രേക്ഷകർ തരുന്ന ഈ സ്നേഹത്തിന്
എന്നും കടപ്പെട്ടവനായി സ്നേഹാദരങ്ങളോടെ കലാഭവൻ മണി ഇതാ നിങ്ങൾക്ക് മുമ്പിൽ. സ്വാഗതം ചെയ്യാം മലയാളത്തിന്റെ തെന്നിന്ത്യയുടെ പ്രിയപ്പെട്ട താരം കലാഭവൻ മണി. കലാഭവൻ മണി ഞാൻ താണ്ട, മലയാളി കൂട്ടത്തിൽ ഒരു കോമഡിയന് ഞാൻ താണ്ട. പാരടി പാടിടുവാൻ പാട്ടുകൾ പാടിടുവാൻ ജീവനുള്ള കാലം വരെയും പാടുവേ. എന്നെ സ്നേഹിക്കുന്ന നിങ്ങളെല്ലാം കേൾക്കണേ. താണ്ട കലാഭവൻ മണി ഞാൻ താണ്ട, മലയാളി കൂട്ടത്തിൽ ഒരു കോമഡിയന് ഞാൻ താണ്ട. താങ്ക് യു. എന്താ ജനം, എന്റെ ഈശ്വര, ഞാൻ ഇതേമാതിരി ഇത്രയും പരിപാടികൾക്ക് പോയിട്ട് ഇത്രയും ജനത്തിനെ ഞാൻ കണ്ടിട്ടില്ല. അത് പ്രത്യേകിച്ച് ഹംസക്കാക്ക് നന്ദി പറയണം. കാരണം അദ്ദേഹത്തിനെ സ്നേഹിക്കുന്ന ഇത്രയും ആൾക്കാരുണ്ടെന്നുള്ളത് ഇപ്പോഴാണ് മനസ്സിലാവുന്നത്. എൻ്റെ കാലിന് ചെറിയൊരു പ്രശ്നമുണ്ട്, അതുകൊണ്ട് ഇങ്ങനെ കുറേ നേരം ഇങ്ങനെ നിൽക്കാൻ പറ്റില്ല. ഈ തവണ എന്നെയും ഇലക്ഷൻ നിർത്താൻ വേണ്ടി കുറെ ആൾക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുക. പക്ഷെ ഞാൻ പടച്ചോനാണ് സത്യം, ഞാൻ നിൽക്കില്ല. കാരണം 10ാം ക്ലാസ് 3 പ്രാവശ്യം തോറ്റ ആളാണ് ഞാൻ. നമുക്ക് ആ ജോലി പറ്റൂല, അതുകൊണ്ട് നിൽക്കൂല. എൻ്റെ ബഹുമാനപ്പെട്ട വീഡിയോ പ്രസ് ആൾക്കാർ അത് കൃത്യമായിട്ട് എഴുതുക തന്നെ വേണം. ഞാൻ മത്സരിക്കില്ല. കാരണം ഇത് ചില ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് അറിയാവുന്ന ചില കാര്യങ്ങളാണ്. നമ്മൾ അതിനുള്ളിൽ പോയി നിന്ന് ചീത്തപ്പേര് ഉണ്ടാക്കേണ്ട കാര്യമില്ല. ഇത്രയും ജനം, ഇത് ഒരു മണ്ണിട്ടാ വീഴില്ല. നിങ്ങൾക്കെല്ലാവർക്കും ഇവിടെ കൂടി എല്ലാവർക്കും ഈശ്വരൻ്റെ എല്ലാ അനുഗ്രഹം ഉണ്ടാവട്ടെ, പടച്ചോന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്.
ഇവിടെ വരുമ്പോ മണിച്ചേട്ടനോട് പറഞ്ഞു കഴിഞ്ഞാൽ വെടിക്കെട്ട് നടത്തുമെന്ന് ചോദിച്ചെന്നോട്. പിന്നെന്താ നടത്താലോ? കൂടെ ചെണ്ടമേളം വേണമെന്ന് പറഞ്ഞു. പഞ്ചവാദ്യം വേണം. പഞ്ചവാദ്യം വേണം. ആയിക്കോട്ടെ, രണ്ടും കൂടെ നടത്താം. പിന്നെന്താ? ഞാൻ ആ കലാകാരന്മാരെ സ്റ്റേജിലേക്ക് വിളിക്കട്ടെ. എന്റെ സഹോദരന്മാരെ വിളിക്കട്ടെ. ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു അജിത് കോഴിക്കോട്. ഒരു കൈയടി കൊടുത്തോണ്ട് നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. മനോജ് കോട്ടയം ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അജയ് കോട്ടയം, ലൂയിസ് പാല ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മണിച്ചേട്ടൻ, ഇവർക്കൊക്കെ ഒരു നേതാവ് കൂടിയുണ്ട്. അതാരാ? ഇവരുടെ നേതാവിനെ കണ്ടു കഴിഞ്ഞാൽ മണിച്ചേട്ടനെക്കാട്ടിലും സുന്ദരൻ. അപ്പൊ ഞാനെന്താ? അല്ല, മണിച്ചേട്ടൻ നേരത്തെ കാലത്താണ്, ഇപ്പൊ കുറച്ച് വെളുത്തില്ലേ? ഞാൻ കുറച്ച് വെളുത്തുണ്ടല്ലേ? കുറച്ചും കൂടി കഴിഞ്ഞാൽ കുടുംബം വെളുക്കും. ശരിയല്ല, എന്റെ ഭാര്യ എന്നെ പറയുന്നുണ്ട് ഞാൻ വെളുത്തു എന്നുള്ളത്. പക്ഷെ ഞാൻ ഈ ഇങ്ങനത്തെ ഡ്രസ്സ് ഇട്ട് വരുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഉള്ള വെളുത്ത സ്ഥലം നിങ്ങൾ കണ്ടോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനത്തെ ഡ്രസ്സ് ഇട്ട് വരുന്നത്. എന്തായാലും എന്റെ കൂട്ടുകാരന്മാരെല്ലാവരും വന്നിട്ടുണ്ട്. തീർച്ചയായും അദ്ദേഹം ഇവിടെ ഈ വെടിക്കെട്ട് തുടങ്ങുമ്പോഴും അദ്ദേഹം ഇവിടെ എത്തും. അദ്ദേഹം അജീഷ് കോട്ടയം, ഒരു കൈയടി കൊടുക്കാം. എന്തായാലും നമുക്ക് ഇവിടെ പൂരപ്പറമ്പിൽ തന്നെ ആരംഭിക്കാം. ക്ഷേത്രോത്സവങ്ങളുടെ പരിസമാപ്തി കുറിക്കുന്ന ഒന്നാണ് തൃശ്ശൂർ പൂരം. ആ തൃശ്ശൂർ പൂരപ്പറമ്പിൽ നിന്ന് ഞങ്ങൾ ആരംഭിക്കുകയാണ്. ഞങ്ങൾ ഒരുക്കുന്നു തൃശ്ശൂർ പൂരം. ആയിക്കോട്ടെ, പൊട്ടിക്കാം. എല്ലാവരും ശ്രദ്ധിച്ചിരുന്നോണം, കൈയടിക്കണം, പ്രോത്സാഹിപ്പിക്കണം. ഓക്കെ, അല്ല പരിപാടിയും ചായ ചെന്ന കമ്മിറ്റിക്കാർക്ക് ഡെഡിക്കേറ്റ് ചെയ്തതാണ്. അപ്പൊ കൂട്ടം മനസ്സിലാകായിരുന്നു. നല്ല കൈയടിയോടെ എല്ലാവരും ചേർന്ന്. കണ്ടോ, കുറച്ചുപേര് കൈയടിക്കുകയും ചിരിക്കുകയും ചെയ്യുന്നില്ല. അപ്പൊ ഈ കൈയടിക്കാതെ ചിരിക്കാതിരിക്കുന്ന എല്ലാവരുടെയും ട്രൗസർ ഇടാൻ വേണ്ടിയിട്ടാണ് അടുത്ത സാധനം പൊട്ടാൻ പോകുന്നത്. ഓക്കെ,
എവിടെ Come da può capire chi te va bene, se tu la parla miezza americano, quando si fa l'amore sotto la luna, come da bene in capo di I love you, papà l'americano. Papà l'americano. Come da bene in capo di I love you, papà l'americano. The way she came into the place, I knew I'd been in there. There was something different about this girl. The way she moved, her hair, her face, her lines, divinity in motion. 2, 3. கண்ணா பண்ணிங்க தான் கூட்டமா வரும், சிங்கம் சிங்கலா தான் வரும். കൊച്ചിൻ കലാപങ്ങളിൽ കളിക്കുമ്പോൾ മിമിക്രി കളിച്ചിട്ടാണ് നിങ്ങളെ പോലുള്ള എല്ലാ നല്ലവരായ ജനങ്ങളാണ് എന്നെ ഒരു സിനിമാ നടനാക്കി മാറ്റിയത്. പണ്ട് മിമിക്രി കളിക്കുമ്പോൾ നസീർ സാറിന്റെ കുതിര പോകുന്ന ശബ്ദം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ
പക്ഷെ ഇന്ന് ന്യൂ ജനറേഷൻ ആയപ്പോ ആ കുതിരയുടെ ശബ്ദമൊക്കെ മൊത്തം മാറിപ്പോയി. അങ്ങനെ ആയിപ്പോയി. ഒരു ഇംഗ്ലീഷ് സിനിമയിലെ ഒരാള്, എന്റെ കാല് വയ്യാത്തോണ്ടാ, ഒരാള് നടന്നു വരാണെങ്കിൽ അതിന്റെ ശബ്ദം തന്നെ അതൊരു ഡോറിൽ മുട്ടാണെങ്കിൽ ആ ഡോറ് തുറക്കണമെങ്കിൽ ഇതെല്ലാം ദൈവം പടച്ചോൻ തരുന്ന കഴിവുകളാണ്. ഒരു തബല വായിക്കുകയാണെങ്കിൽ ഇപ്പൊ ഇദ്ദേഹം തബല വായിക്കേണ്ട, ഒരു തബല ഒന്ന് വായിക്കാവോ? അതാണ് അപ്പൊ എല്ലാം എന്താ പറയാ, നമുക്ക് പടച്ചവൻ തരുന്ന അനുഗ്രഹങ്ങളാണ്, ദൈവം തരുന്ന അനുഗ്രഹങ്ങളാണ്. നമ്മൾ ഇന്നും സിനിമയിലും നിങ്ങളുടെ മുമ്പിൽ വന്ന് നിൽക്കാൻ എങ്ങനെയാ നന്ദി പറയേണ്ടതെന്ന് അറിയില്ല. അതിക്കാക്കാണ് 1000 നന്ദി. ഇത്രയും ജനങ്ങൾ കൂടിയ ഒരു വേദിയിൽ ഞാൻ ഇന്നവരെ പരിപാടിക്ക് പോയിട്ടില്ല. ഞാൻ ഈ പരിപാടി കഴിഞ്ഞാൽ എങ്ങനെ പുറത്തേക്ക് പോവാന്നുള്ളതാണ് ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും കുഴപ്പമില്ല, സന്തോഷാണ്. നിങ്ങൾ ഇത്രയും ആൾക്കാരെ കാണുമ്പോൾ ഒരു കലാകാരന് കിട്ടുന്ന സന്തോഷമാണ്. നമുക്ക് ഇനിയൊരു നാടൻ പാട്ടിലേക്ക് കിടക്കാം. ഇഷ്ടമുള്ള പാട്ട് ഏതെന്ന് പറയും. ഏതാ പറഞ്ഞേ? ഏതാ? ഞാൻ വന്നപ്പോ മുതൽ ശ്രദ്ധിക്കുന്ന ഒരാളാ. ഒന്ന് എഴുന്നേറ്റ്. എന്താ പേര്? സന്ദീപ്. എന്തായാലും സന്ദീപിന് വേണ്ടി ഒരു പാട്ട് ഞാൻ പാടിയില്ല എന്നുണ്ടെങ്കിൽ മോശമാവും. ആടുപാമ്പേ ആടാടുപാമ്പേ ആടുപാമ്പേ ആടാടുപാമ്പേ സന്ദീപ് പാമ്പേ ആടുപാമ്പേ ആടാടുപാമ്പേ ആടാടുപാമ്പേ ആടുപാമ്പേ ആടാടുപാമ്പേ സന്ദീപ് പാമ്പേ ആടുപാമ്പേ
ഞങ്ങളും പാടുവാമേ ആടുവാമേ ആടാടുവാമേ ആടാടുവാമേ ആടുവാമേ ആടാടുവാമേ മാറിയമ്മാവേ ആടുവാമേ ആടാടുവാമേ ആടാടുവാമേ ആടുവാമേ ആടാടുവാമേ മാറിയമ്മാവേ ആടുവാമേ ആടാടുവാമേ ആടാടുവാമേ ആടുവാമേ ആടാടുവാമേ മാറിയമ്മാവേ ആടുവാമേ ആടാടുവാമേ ഈ സന്ദീപ് പാമ്പേ ആടുവാമേ ആടാടുവാമേ നമ്മുടെ സ്വന്തം സന്ദീപ് പാമ്പേ ആ പയ്യൻ വിളിച്ചാട്ടോ കള്ളു കുടിയോ എന്ന് വെച്ചാൽ ഇവനെ കടയിൽ പാലല്ലേ കുടിക്കുന്നു ഒരു രക്ഷയിൽ കംപ്ലീറ്റ് നിർത്തിയില്ല ഇനി വരുന്നൊരു തലമുറയ്ക്ക് ബാറ് കാണാൻ സാധ്യമോ പിണക്കോ ഞാൻ ഈ സർക്കാരിനോട് കൂട്ടുവിട്ട് ചേട്ടോ ഇന്ന് ഈ ജംഗ്ഷനിലാണോ ഇന്നലെ അപ്പുറത്തെ ജംഗ്ഷനിലായിരുന്നു ഒരു തരത്തിലും മനുഷ്യനെ ജീവിക്കാൻ സമ്മതിക്കരുത് കണ്ണു കുടിച്ച് പുറകെ നടന്ന് ശല്യം നീ നിന്റെ പണിയെന്നു വെച്ചാൽ ഞാൻ എന്റെ പണി നോക്കണം അതിലേട്ടോ ഒരു സംശയം ഇങ്ങനെയൊക്കെ മദ്യപിച്ചിട്ട് വീട്ടിൽ പോയി കിടന്ന് എങ്ങനെ ഉറങ്ങാൻ പറ്റുന്നു ഞാനൊക്കെ ഒരു തൊള്ളി പോലും മദ്യപിക്കാണ്ട് അങ്ങോട്ട് തിരിഞ്ഞു ഇങ്ങോട്ട് തിരിഞ്ഞു ഒരു 2-3 മണിക്കൂറൊന്നും കഴിയാണ്ട് എനിക്ക് ഉറക്കാൻ പറ്റില്ല അതുകൊണ്ട് ചോദിച്ചതേ ഉള്ളൂ നിന്നെ പോലൊന്നും അല്ലേ ഞാൻ ചേട്ടന്റെ പ്രത്യേകത ഞാൻ കട്ടില് കണ്ട അപ്പം കിടന്നു പിന്നെ സത്യം കട്ടില് കണ്ട ആ സെക്കൻഡ് ഞാൻ കിടന്നു പക്ഷെ ഈ കട്ടില് കണ്ട് പിടിക്കാൻ ഒരു 3-4 മണിക്കൂർ എടുക്കുന്നു ഞാനൊന്ന് ചോദിക്കട്ടെ ഇങ്ങനെയൊക്കെ മദ്യപിക്കുന്നോണ്ട് ചേട്ടന് എന്ത് ഗുണമുള്ളത് എന്റെ പൊന്നുമക്കളെ എനിക്ക് 2 ഗുണമല്ലേ ഉള്ളൂ എന്ത് ഗുണം ഒന്നാമത്തെ ഗുണം പാമ്പ് കൊത്തത്തില്ല അയ്യോ അതെങ്ങനെ അത് പറഞ്ഞുതരാം ഈ സാധനം വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ റൂട്ട് എങ്ങനെയാണെന്ന് അറിയോ ഇല്ല ഇങ്ങനെ പോണ കാരണം കൊണ്ട് ഈ കൊത്താൻ വരുന്ന പാമ്പിന് ഉന്നം തെറ്റി ചമ്മി പൊക്കോളും രണ്ടാമത് ഗുണം പറഞ്ഞാൽ തലമുടി നിറയ്ക്കത്തില്ല അതിനു മുമ്പ് നമ്മൾ തട്ടിപ്പോകത്തില്ല ചേട്ടാ അതൊക്കെ പോട്ടെ ഈ കള്ളു കുടിച്ചാൽ വീട്ടിൽ ചെന്ന് ഒച്ചയും വെള്ളം ഉണ്ടാക്കുന്നത് പോട്ടെ ഈ കള്ളു കുടിച്ചാൽ ഈ നാട്ടുകാരായിട്ട് എന്തിനാ വഴക്കുണ്ടാക്കുന്ന കഴിഞ്ഞ ദിവസം കണ്ട ആ പുത്തമ്പറ ജോമാനായിട്ട് ആ റോട്ടിൽ കിടന്ന് ഏതാണ്ടൊക്കെ വെള്ളം ഉണ്ടായി എന്ത് ചേട്ടാ കഷ്ടമല്ലേ എടാ പുത്തമ്പര ജോമനെ ഞാൻ തെരുവിളിക്കുമല്ലേ ചെയ്തത് പിന്നെ അവനെ കാലവാരി നിലത്തടിച്ച് കൊല്ലണം അവനെന്താ ചെയ്തെന്ന് എന്റെ അപ്പം മരിച്ചിരുന്നപ്പോ അവൻ എന്നോട് ഒന്നിച്ച് പറഞ്ഞു നീ സങ്കടപ്പെടണ്ട നിനക്ക് അപ്പനെ കാണുന്നു മുറ്റത്തിറങ്ങി ആകാശത്തേക്ക് നോക്കിയാൽ മതി നിന്റെ അപ്പൻ നക്ഷത്രമായിട്ട് ആണല്ലോ കഴിഞ്ഞ ദിവസം അപ്പനെ കാണണമെന്നുള്ള ആഗ്രഹം മൂത്തിട്ട് ഞാൻ വീടിന്റെ മുറ്റത്തേക്ക് ഇറങ്ങി ആകാശത്തേക്ക് നോക്കിയപ്പോ 1 കോടി നക്ഷത്രം അപ്പൊ അവൻ എനിക്ക് ഒത്തിരി അച്ഛനുണ്ടെന്നല്ലേടാ പറഞ്ഞത് അവനെ കാലവാരി നിലത്തടിക്കട്ടെ എന്നെ ശല്യം ചെയ്യണം ഞാൻ എന്തെങ്കിലും കാണിച്ചോട്ടെ ഒന്നും മിണ്ടാതിരിക്കും എന്നാ നീ കാണിക്കും പ്രിയമുള്ളവരെ എന്നെ ഒന്ന് ശ്രദ്ധിച്ചോട്ടെ ശ്രദ്ധിച്ചേക്കണേ അതെ ചിലപ്പോ പുള്ളി കാണാതെ പോലെ രോഗങ്ങൾക്ക് ഒരേ ഒരു പ്രതിവിധിയാണ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഞാൻ വിട്ടുകൊണ്ടിരിക്കുന്നത് ഈ ഔഷധ തൈലം പ്രിയപ്പെട്ട അച്ഛനും അമ്മമാർ വീട്ടിൽ ഉണ്ടാക്കുന്ന കമ്പനി തരുന്നതാണ് സാമ്പിൾ സബ്ജമാണ് അവിടെ സാമ്പിൾ ചോദിച്ചു വാങ്ങിച്ചിരിക്കുകയാണെങ്കിൽ പ്രായക്കാർക്ക് കഴിക്കാവുന്ന നല്ലൊരു മരുന്നാണ് 9 ദിവസം പ്രായമുള്ള അപ്പച്ചൻ അല്ലെങ്കിൽ 2 ദിവസം പ്രായമുള്ള അമ്മച്ചി ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ടുന്ന സമയത്ത് നമ്മൾ വേറെ ഒന്നും ചെയ്യേണ്ടത് 2 തുള്ളി ഒരു വായിലേക്ക് ഇങ്ങനെ ചിരിച്ചു കൊടുക്കുക പിന്നെ വീട്ടിൽ ഉണ്ടാക്കുന്ന കമ്പനി തരുന്നതാണ് സാമ്പിൾ സബ്ജമാണ് അവിടെ രണ്ടാമത്തെ എന്റെ പൊന്നിയോടെ എനിക്ക് വിൽക്കണ്ടേ ചുമ്മാ കുടിയാന്ന് പറഞ്ഞു നിന്റെ അപ്പന്റെ പേര് കൈസർ എന്നാണ് പിന്നെ എന്നാ കഴിയാണ് ഞാൻ എന്തെങ്കിലും കാണിച്ച് ജീവിച്ചു പോക്കോട്ടെ എന്റെ അരിക്കകത്ത് മണൽ വാരികളല്ലേ പിന്നെ നിന്റെ 1 രൂപയുടെ അരിക്കകത്തോട് ഞാൻ 10,000 രൂപയുടെ മണൽ ഇറക്കാൻ പോവല്ലേ മര്യാദ നിന്റെ പണിയെന്ന് വെച്ചാൽ
എന്താ ഇവിടെ രാവിലെ ഇറങ്ങിയല്ലേ? വീട്ടിൽ പോറേ തിരിച്ചു വരുമ്പോ ഇവിടെ നടക്കരുത് കേട്ടോ. അപ്പൊ ഇത് ആരാന്നറിയോ? ഇല്ല, എന്റെ മോനാ. പണ്ട് ഞാൻ ഒക്കത്തിരുത്തി വളർത്തിയത്. ഇപ്പൊ അവനെ ഒക്കുന്നിടത്തൊക്കെ ഇരുത്താൻ നോക്കുവാണ്. നമ്മളെന്ത് ചെയ്യും? മക്കളിങ്ങനെ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ത്തോട്ട് കൊണ്ടുവച്ചു. ഞാൻ ചുമ്മാ നിൽക്കാണല്ലോ. നമസ്കാരം ചേട്ടാ. നമസ്കാരം. ഞാനൊരു ചാനലിൽ നിന്ന് വരികയാണ്. നമ്മളൊക്കെ അമ്മയുടെ വഹിക്കുന്ന ചാനലിൽ നമ്മുടെ ഏഷ്യാനെറ്റ് സൂര്യ കൈരളി എന്നൊക്കെ പറഞ്ഞ ഒരു ചാനലിൽ നിന്ന് റോഡ് ഷോ നടത്തിയതാണ്. എന്തിനാണ് നീ ചാനലിൽ നിന്ന് റോഡ് ഷർട്ട് വന്നേക്കുന്നത്? ഞാൻ ബ്യൂറേജിൽ നിന്ന് റോഡ് ഷർട്ട്. എന്തായാലും എനിക്ക് പറ്റിയ ആളെ തന്നെയാണ് ഞാനിവിടെ കണ്ടെത്തിയിരിക്കുന്നത്. ഞങ്ങളുടെ ഷോയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഞാനിവിടെ ചില ചോദ്യങ്ങൾ ചോദിക്കും. കറക്റ്റായിട്ട് മറുപടി നൽകിയാൽ ചേട്ടൻ 50 ലക്ഷം മുതൽ 1 കോടി വരെ വിലയുള്ള ഫ്ലാറ്റുകൾ സമ്മാനമായിട്ട് ലഭിക്കും. സത്യമായിട്ടും. ഈ ഷോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഞാനൊന്ന് ചോദിച്ചോട്ടെ. നമ്മൾ 2015 കഴിഞ്ഞ് 2016 കയറിയിട്ട് 1-2 മാസമായിട്ടുള്ളൂ. ഇപ്പോഴത്തെ ചെറുപ്പക്കാരെന്നൊക്കെ പറഞ്ഞാൽ ചേട്ടനോട് ഇരിക്കുന്ന ചെറുപ്പക്കാരൊക്കെ നോക്കണം, വളരെ ഫ്രീക്കായിട്ട് നടക്കുന്ന പിള്ളേരാണ്. കാലം മാറുന്നതനുസരിച്ച് നമ്മൾ കോലം മാറിക്കൊണ്ടിരിക്കണം. അല്ലാതെ ചേട്ടനെ പോലെ ഇതുപോലെ വൃത്തികെട്ട വേഷത്തിൽ അണ്ടർവെയറൊക്കെ കാണിച്ച് മുഷിഞ്ഞ് നാറിയ നാണല്ലേ മനുഷ്യന്റെ മുന്നിൽ കൂടെ നടക്കാൻ? എന്ത് വേഷമായിരുന്നു വൃത്തികെട്ട വേഷം? ഇപ്പൊ എന്റെ വേഷത്തിനാ കുഴപ്പം. നീ ഫ്രീക്കന്മാരെ ബൂസ്റ്റപ്പ് ചെയ്ത് സംസാരിക്കൊന്നും വേണ്ട. ഫ്രീക്കന്മാർ എങ്ങനെ നടക്കുന്നത് എനിക്കറിയാം. എങ്ങനെ നടക്കുന്നത്? ആദ്യം ഒരു അണ്ടർവെയർ ഇടും, അതിനൊരു നെയിം ബോർഡ് കാണിച്ചു ജോക്കി. ഇത് കംപ്ലീറ്റ് ആൾക്കാരെ കാണിച്ച് ജോക്കറാകുമെന്നുള്ളതാണ് മെയിൻ പരിപാടി. അതിന്റെ മുകളിലോട്ടൊരു ജീൻസ് വലിച്ചു കയറ്റും. എന്നിട്ട് അത് ഇറക്കി ഇത് ഇവിടെ കൊണ്ടിടും. എന്നിട്ടൊരു നടപ്പുണ്ട്. ഇതെങ്ങനെ ഇവന്റെ പുറകെ പോകുന്നത് നമുക്ക് വേണ്ടി ചെയ്ത് എപ്പോഴാ പറഞ്ഞ് താഴോട്ട് പോകുന്നത്? പെണ്ണുങ്ങളൊക്കെ കൈയടിച്ച് ചിരിക്കുന്നത് നിങ്ങൾ ചിരിക്കണ്ട. മനസ്സിലായി? ഇവർക്ക് വേണ്ടി ഫാഷൻ എന്താണെന്നറിയാവോ? ഇവര് ചുരിദാർ 2 സൈഡിൽ നിന്ന് അങ്ങോട്ട് കീറി ഇവിടെ കൊണ്ടുവെക്കും. എന്നിട്ട് കാറ്റടിക്കുമ്പോൾ ഡബിൾ മുണ്ട് അയൽ വെച്ച പോലെയാ. കാരണം എന്നിട്ട് അതിനകത്തോട്ടൊരു സാധനം വലിച്ചു കിട്ടും, ലെഗിൻസ്. ചില പെണ്ണുങ്ങൾ ഇട്ടോണ്ട് വന്നാ ഇട്ടിട്ടുണ്ടെന്നേ തോന്നത്തില്ല. എന്നിട്ട് നമ്മളെങ്ങാനും പാവപ്പെട്ട നമ്മൾ ആണുങ്ങൾ എങ്ങാനും ഒന്ന് നോക്കിപ്പോയാലോ ഇതെങ്ങനെ ഒരു പിടുത്തമാണ്. എന്നിട്ട് നമുക്കൊരു നോട്ടം, ഈ നോട്ടം കണ്ടാത്തൊന്ന് നമ്മളത് വെട്ടിക്കൊടുത്തേത്. ഞാൻ അറിയാതെ ചോദിച്ചു പോയതാ, ക്ഷമിക്ക്. ചേട്ടന്റെ വേഷം നല്ലതാ, സൂപ്പർ. ഞാൻ സമ്മതിച്ചിരിക്കുന്നു. നമുക്ക് നമ്മുടെ ഷോയിലേക്ക് വരാൻ. ക്യാമറ ഓൺ ചെയ്തു. ആക്ഷൻ. ഞാനൊരു ആക്ഷൻ പറയാം. നമുക്ക് നമ്മുടെ പേഴ്സണൽ ജീവിതത്തിൽ തുടങ്ങാം. കല്യാണം കഴിച്ചാണോ? കല്യാണം കഴിച്ചാണ്. ഈ കല്യാണം പ്രേമവിവാഹമായിരുന്നോ അതോ അറേഞ്ച് മാരേജ് ആയിരുന്നോ? അതാണ് ഇങ്ങനെ പ്രേമിച്ച് വിവാഹം കഴിക്കാനുള്ള കാരണം. അറിയാൻ മേലാത്ത ഏഷ്യ കല്യാണം കഴിക്കുന്നതിലും ഭേദമല്ല അറിയാവുന്ന മർദ്ദനം കിട്ടുന്നത്. ചേട്ടാ, സ്ത്രീകളെ കുറിച്ച് അങ്ങനെ അനാവശ്യം പറയുന്നത്. ഞങ്ങളുടെ പ്രേക്ഷകർ എന്തുമാത്രം സ്ത്രീകൾ ഇവിടെ ഇരുന്ന് പരിപാടി കാണുന്നുണ്ടെന്ന് അറിയോ? പിന്നെ എന്ത് എന്റെ അനുഭവമുള്ള എത്ര ആണുങ്ങൾ ഇവിടെ ഇരിപ്പുണ്ടെന്ന് ആരും പേടിച്ചിട്ടും ഇല്ലാത്ത ഞാനൊരു ചെറിയ സംശയം ചോദിച്ചോട്ടെ. നമ്മുടെ നാട്ടിലെ കല്യാണം കഴിഞ്ഞ സ്ത്രീകള് നെറ്റിയിൽ സിന്ദൂരം ഇട്ട് കാണാറുണ്ട്. സത്യത്തിൽ എന്തിനാണ് ഇങ്ങനെ സിന്ദൂരം ഇടുന്നത്? അത് ഭയങ്കര ചോദ്യമാണ്. നമ്മുടെ സമൂഹത്തിൽ ഇന്ന് വരെ അറിയാത്തൊരു സംഭവം. ഈ ഇങ്ങനെ എന്റെ പൊന്നുമോനെ അതൊരു റെഡ് അലർട്ടാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വസ്തു കച്ചവടമായതാണ്. ഇനി ആരും അങ്ങോട്ട് നോക്കരുത് എന്നുള്ളത് തെളിവാണ്. ചോദ്യത്തിലേക്ക് വരാൻ പോകുന്നത് കറക്റ്റായിട്ട് മറുപടി നൽകിയ ചേട്ടന് ഒരു 10 പോയിന്റാണ് ഷോയിൽ വെക്കാൻ പോകുന്നത്. നമ്മുടെ ആദ്യ രാത്രിയും അവസാന രാത്രിയും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് പറയാമോ? വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഫസ്റ്റ് നൈറ്റ് ആൻഡ് ലാസ്റ്റ് നൈറ്റ്? എന്തേ? എഡ്യൂക്കേറ്റഡ് ഫാമിലി, വെരി നൈസ്. ചേട്ടാ, മലയാളത്തിൽ പറഞ്ഞു തരാം. ആദ്യ രാത്രിയും അവസാന രാത്രിയും തമ്മിലുള്ള വ്യത്യാസം. ഈ ആദ്യ രാത്രി എന്ന് പറയുമ്പോ നമ്മൾ പൂവൊക്കെ ഇങ്ങനെ ഇട്ട് അതിന്റെ മുകളിൽ കിടന്നു. ഓക്കെ. അവസാന രാത്രി എന്ന് പറയുമ്പോ നമ്മൾ കിടക്കും, പൂ വരുന്നവരും പോകുന്നവരും. 10 പോയിന്റ് വിളിച്ചിരിക്കുകയാണ്. 10 പോയിന്റ്. ഇനി നമ്മൾ ചേട്ടന്റെ ഹോബികളിലേക്ക് കടന്നു വരാൻ പോകും. എന്താണ് പ്രധാനപ്പെട്ട ഹോബികൾ? ഹോബി പറയുമ്പോ നേരത്തെ ഉണ്ടായിരുന്നു. ഈ ഹോബി ഞാൻ പറയുമ്പോൾ TV കാണിക്കുമ്പോ അതിന്റെ താഴെ കുട്ടികൾ ഇത് അനുകരിക്കരുത്. തീർച്ചയായിട്ടും എഴുതി കാണിച്ചിരിക്കും. നമ്മുടെ പഴയ ഇരുമ്പാണി അതിങ്ങനെ പ്ലഗിനകത്ത് കുത്തി വെച്ചിട്ട് സ്വിച്ച് ഓൺ ആക്കിയിട്ട് ഞാനിങ്ങനെ പിടിച്ചോണ്ട് പോകും. നേരത്തെ ഇരുമ്പ് കമ്പി അതിന്റെ ദേഹം മുഴുവൻ ഇങ്ങനെ ചുറ്റുമായിരുന്നു. എന്നിട്ട് അതിന്റെ 2 പ്ലഗിനകത്ത് കുത്തിയിട്ട് സ്വിച്ച് ഓൺ ആക്കിയിട്ട് ചുമ്മാ ചിരിച്ചു നിൽക്കും.
ചേട്ടാ അതിഭീകരം അതിഭയാനകമായ ഹോബി. ചേട്ടൻ ഇപ്പോഴും ഈ ഹോബി ഇങ്ങനെ തുടർന്ന് പോകാറുണ്ട്. അതെന്താ? വീട്ടിൽ കറണ്ട് കിട്ടിപ്പോകുന്നത്. ആ അത് ശരി. അപ്പൊ കറണ്ടില്ലാതെയാണ് കാണിച്ചോണ്ടിരുന്നത്. ചേട്ടാ ഞാൻ ഉദ്ദേശിച്ച ഹോബി ഇതല്ല. പാട്ട്, ഡാൻസ്, മിമിക്രി, കലാപരിപാടികൾ എന്തെങ്കിലും ഉണ്ടെന്നാണ് ചോദിച്ചത്. മതി, പാട്ട് പറഞ്ഞ ഞങ്ങളുടെ പ്രേക്ഷകർക്ക് വേണ്ടി 2 ലൈൻ ചെറുതായിട്ടൊന്ന് മൂളിയാ. നിങ്ങളുടെ അസോസിയേഷൻ പാട്ട് ഞങ്ങളൊരു പാരടി പാട്ടുണ്ടാക്കി പാടിക്കും. 1 2 3 സ്റ്റാർട്ട്. പിച്ചു വേണ്ട, പിച്ചു വേണ്ട. പിച്ചു കൊടുത്തല്ലേ. വാറ്റുവീണ മണ്ണിൽ നിന്നുയർന്നു വന്ന ബ്രാൻഡുകൾ യുവറേജിൽ 100 പേരിലായി പിറക്കവേ ആർത്തിമൂത്ത് അന്തിയായ യുവിനൊന്നി നിൽക്കൺ ആയിരങ്ങൾ നൽകി നമ്മൾ വഴിയിൽ വീണുറങ്ങൾ. സൂപ്പർ. നല്ലൊരു കൈ നാണിച്ചു പോയാലോ? ആൾക്കാർ കൈയടിച്ചത് കണ്ടോ? പെട്ടെന്ന് കൈയടി കിട്ടുമ്പോ എനിക്കൊരു ലജ്ഞ. ചുമ്മാ ഒരു രസം. എന്തായാലും പാട്ട് സൂപ്പർ ആയിരുന്നു, അടിപൊളിയായിരുന്നു. 1-2 സ്ഥലങ്ങളൊക്കെ പോയായിരുന്നു. അയ്യോ 1-2 സ്ഥലമല്ല, പിന്നെ 3 സെന്റ് സ്ഥലവും ഒരു പെരേ പോയി. എങ്ങനെ? കള്ളു കുടിച്ചിട്ട്. ഞാൻ ഈ പരിപാടിക്കകത്ത് ജഡ്ജസ് പറയുന്ന പോലെ ഒന്ന് പറഞ്ഞു പോയതാ. നമുക്ക് എന്തായാലും അടുത്ത റൗണ്ടിലേക്ക് പോകാം. അടുത്ത റൗണ്ട് എന്ന് പറഞ്ഞാൽ ടങ് ട്വിസ്റ്റർ റൗണ്ട്. എന്ന് വെച്ചാൽ നാല് കൊടുക്കുന്ന കുറച്ച് സംഭവങ്ങൾ ഞാൻ പറയും. ചേട്ടൻ ഞാൻ പറഞ്ഞു കഴിയുമ്പോൾ സ്പീഡിൽ എന്നോട് തിരിച്ചു പറയണം. റെഡിയാണല്ലോ? ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ സ്പീഡിൽ എന്നോട് തിരിച്ചു പറയണം. ഓക്കെ, റെഡി 1 2 3 സ്റ്റാർട്ട്. കലകൾ തുടങ്ങുമ്പോൾ രവി അല്ലെങ്കിൽ ഒരു കൊടുക്കാം. നീ പകപോക്ക് ആണല്ലേടാ. എന്റെ ചേട്ടാ ഇത് പകയുടെ പ്രശ്നമൊന്നുമില്ല. ഞാൻ പറഞ്ഞു ചേട്ടാ സ്പീഡിൽ എന്നോട് തിരിച്ചു പറയണം. ടങ് ട്വിസ്റ്റർ. ഒരു കാര്യം ചെയ്താൽ ദൈവം ഇതുപോലത്തെ കുറെ സാധനങ്ങൾ പറഞ്ഞിട്ടില്ല. നീ ആരായാലും എനിക്ക് കുഴപ്പമില്ല. എന്റെ പരിപാടി മുന്നോട്ട് കൊണ്ടുപോയാൽ ഞാൻ പറഞ്ഞ സ്പീഡിൽ തിരിച്ചു പറയണം. ഓക്കെ ഓക്കെ, റെഡി 1 2 3 സ്റ്റാർട്ട്. കലകൾ തുടങ്ങുമ്പോൾ രവി അല്ലെങ്കിൽ ഒരു ഇത് പറയാൻ വേണ്ടിയാണ് നീ എന്ത് തള്ളി കൊണ്ട് കയറി വന്നത്. അവന്റെ അമ്മയും അമ്മായി അമ്മാവനും ഞാൻ വിലയോട് നിന്ന് പറഞ്ഞാണ്ടില്ല. അവരൊക്കെ വീട്ടിലിരുന്ന് തുമ്മും. പറഞ്ഞേക്കാം. നീ പറ, എന്നോട് പറ. അത് ഞാൻ നിന്റെ താക്കോലുണ്ട്. ദേവന് ജന്നി കളയുന്നത് അവന്റെ കരാട്ടെ കുംഫു. ഈ ചോദ്യം ഇവനോട് ചോദിച്ചാൽ അപ്പൊ ഞാൻ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സാധനം പറയാം. ഞാനത് പറഞ്ഞു കഴിഞ്ഞാൽ സ്പീഡിൽ എന്നോട് തിരിച്ചു പറയണം. റെഡി 1 2 3 സ്റ്റാർട്ട്. പത്തനാപുരത്ത് ഒരു മരത്തിൽ 10 പച്ചത്തത്ത ചത്തു കുത്തിയിരുന്നു. എന്ത് സാറല്ലേ പറഞ്ഞ ആരാണ്ട് ചത്തുപോയെന്ന്. എന്റെ ചേട്ടാ ടങ് ട്വിസ്റ്റർ ഞാൻ പറഞ്ഞാൽ ചേട്ടൻ സ്പീഡിൽ തിരിച്ചു പറയണം. നീ പറഞ്ഞാ ഞാൻ പറയാം. ഓക്കേ, റെഡി 1 2 3 സ്റ്റാർട്ട്. ഓക്കേ, പറയല്ലേ? പത്തനാപുരത്ത് ഒരു മരത്തിൽ 10 പച്ചത്തത്ത ചത്തു കുത്തിയിരുന്നു. ഓപ്പൺ ഗംഗ സ്റ്റൈൽ. ചേട്ടാ എന്റെ കൂടെ അല്ല പറയേണ്ടത്, ഞാൻ പറഞ്ഞതിന് ശേഷം വേണം പറയാൻ. പറഞ്ഞു മനസ്സിലായില്ലേ? പത്തനാപുരത്ത് ഒരു മരത്തിൽ 10 പച്ചത്തത്ത ചത്തു കുത്തിയിരുന്നു. ഓപ്പൺ ഗംഗ സ്റ്റൈൽ. ചേട്ടാ പ്ലീസ് എന്റെ കൂടെ എന്നത് പറയുന്നത് ഞാൻ പറഞ്ഞതിന് ശേഷം വേണം പറയാൻ. എന്ത് ഇതാരും പറഞ്ഞാൽ ഈ സാധനം ചത്തുകുത്തിയിരുന്നു. ചേട്ടാ ഞാനൊന്ന് ചോദിച്ചോട്ടെ. ഞാനൊരു മര്യാദയ്ക്ക് ഒരു പരിപാടിയായിട്ട് അതിനകത്ത് ഇവിടെ വന്നു. ചേട്ടനെ അതിനകത്ത് പങ്കെടുപ്പിച്ചു. അതാണ് ഞാൻ ചെയ്തു പോയ തെറ്റ്. ചേട്ടൻ ഞാനാണെന്നറിയോ? ഞാൻ കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു ചാനലിന്റെ MD ആണ്. അത് നിന്നെ കണ്ടപ്പോഴേക്ക് എന്ത് തോന്നി? നീ ചാനലിൽ ഏറ്റവും വലിയ തെണ്ടിയായിരിക്കും. ചേട്ടാ എന്റെ ചാനലിനെ കുറിച്ച് അനാവശ്യം പറയരുത്. എന്റെ ചാനലിനെ കുറിച്ച് അനാവശ്യം പറഞ്ഞാൽ എന്റെ പ്രേക്ഷകർ സഹിക്കില്ല. എന്ത് നീ നിന്റെ ഒരു ചാനൽ ഇയാളെന്താ കാണിച്ചത്? ഇയാളിപ്പോ എന്താ കാണിച്ചത്? കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു ചാനലിന്റെ MD എന്റെ മുഖത്ത് നോക്കി താൻ എന്താണ് കാണിച്ചത്? കാണിച്ചത് വളരെ മോശമായി പോയി. താൻ തിരിച്ചെടുക്കണം. തന്നോടാ പറഞ്ഞത് താൻ തിരിച്ചെടുക്കണമെന്ന്. നീ ഇങ്ങനത്തെ കാണിക്കാതെ എന്നാ ചെയ്യേണ്ടത്? എന്റെ പ്രേക്ഷകരുണ്ട്, അവരെങ്ങനെ സഹിക്കും? താൻ തിരിച്ചെടുത്താൻ പറ്റൂ. ഈ പുള്ളിയുടെ മുഖത്തൊക്കെ ഞാൻ അറിയാതെ തമാശക്ക് അത് ലോകത്തിലെ ഏറ്റവും വലിയ ചീത്തയാണെന്നാണ് ഈ പുള്ളി പറയുന്നത്. അത് നമ്മൾ തിരിച്ചെടുക്കാൻ പോവാണ്. സോറി സാർ.
ഞങ്ങളുടെ ഒന്നും സുല്ലു പറഞ്ഞാൽ തല്ലത്തില്ല. ഒടിവ്, ചതവ്, മുറിവ് ഈ അവസരങ്ങളിൽ ഞാൻ പറഞ്ഞതല്ലേ. എന്താണ് നോക്കിയത്? അല്ലല്ല പറ, എന്തോട് പറ. അല്ല നീ കൊക്കുന്നു മാത്രമല്ല മുട്ടയെടുത്ത് സാമ്പിൾ സൗജന്യമായി കിട്ടും ഇന്ന. നീ കരക്കാർക്ക് കൊടുത്തിട്ട് സ്വന്തമായിട്ട് ഇന്ന് പറയുന്നത് എനിക്കൊരു ആവശ്യമുണ്ടായി വന്നിട്ടില്ല. പക്ഷെ ഈ സെക്കൻഡ് മുതൽ അങ്ങനെ ആയിരിക്കും. മനസ്സിലായില്ല. അവനോട് പറഞ്ഞ അതെ സോറി. ആണ്ട് ഈ നാട്ടിൽ സുല്ലു പറഞ്ഞ തല്ലു ഒറ്റയടിക്ക് കിളിവർന്ന് പോയിട്ട് അപ്പുറത്ത് സാറിന് ചെറുതൊഴിച്ചു വെച്ചിട്ടുണ്ട്. അതടിക്കാൻ പോകണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ അവിടം വരെ പോകാനൊരു എനർജിക്ക് വേണ്ടിയിട്ട് എല്ലാവരും ചേർന്ന് നല്ലൊരു കയ്യടി കിട്ടും. ശിവകരടമരുകലയമായി നാദം നാദ്രദാന ധീരനന ധീരധീംതന നാദ്രദാന ധീരനന ധീരധീംതന ശിവകരടമരുകലയമായി നാദം ഋതുപദഗതിയുടെ നടയായി താളം സാഗര ചലനം மின்சாரப்பூவே பெண் பூவே மெய் தீண்ட வேண்டும் என்னோடு வாராய் என் ஆசையோசை கேளா மாலையில் பொன் மாலினில் நான் துயில் கொள்ள வேண்டும் காலையில் உன் கண்களில் நான் வெயில் காய வேண்டும் சகியே 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 என் இசைக்கும் ஆசைக்கும் பூசைக்கும் நீ வேண்டும் என் பூவுக்கும் தேவைக்கும் சேவைக்கும் நீ வேண்டும் என் சார
ധാം തരകിട ധീം തരകിട തോം തരകിട നം തരകിട തത്ത തരകിട ദിത്തി തരകിട തോം തോം തരകിട നം നം തരകിട ധാ ധീം തോം നം ഛം ഛം ധാ ധീം തോം നം ഛം ഛം തക്കിട ദിക്കിട തോക്കിട നം കിട തക തരകിട തക തത്ത തലാംഗ് തോം തത്ത തലാംഗ് തോം തകടി തലാംഗ് തോം. എന്താ മോനെ തുമ്പ റോക്കറ്റോ? ചാലക്കുടി ചന്തയ്ക്ക് പോകുമ്പോൾ ചന്ദന ചോപ്പുള്ള ഈ പെണ്ണിനെ കണ്ടേ ഞാൻ. ചാലക്കുടി ചന്തയ്ക്ക് പോകുമ്പോൾ ചന്ദന ചോപ്പുള്ള ഈ പെണ്ണിനെ കണ്ടേ ഞാൻ. ചന്ദ്രകരി ചീനെ പെണ്ണിനെ കൊണ്ടിരി നെയ്യുള്ള പിണക്കിണക്കിനാതെ ചാലക്കുടി ചന്തയ്ക്ക് പോകുമ്പോൾ ചന്ദന ചോപ്പുള്ള ഈ പെണ്ണിനെ കണ്ടേ ഞാൻ.
ചൂലെടുത്ത
5-6 പ്രാവശ്യം നീ എന്നെ വെറുതെ കഴുത്തോണ്ട് വെട്ടിച്ചു നോക്കി. എന്നടി രാധാമണി എന്നെ എന്നോട് മിണ്ടുകയില്ലേ? 5-6 പ്രാവശ്യം നീ എന്നെ വെറുതെ കഴുത്തോണ്ട് വെട്ടിച്ചു നോക്കി. എന്നടി രാധാമണി എന്നെ എന്നോട് മിണ്ടുകയില്ലേ? 5-6 പ്രാവശ്യം നീ എന്നെ വെറുതെ കഴുത്തോണ്ട് വെട്ടിച്ചു നോക്കി. ഇമായിടെ മോളെ ഞാൻ നിക്കാഹ് ചെയ്തി ആകെ കുഴപ്പത്തിലായി. ഓള് കാലത്തേടിക്കുന്നേ മുറ്റമടിക്കുന്നേ പല്ലുകൂടി തേച്ച് വിടുന്നേ. ഇമായിടെ മോളെ ഞാൻ നിക്കാഹ് ചെയ്തി ആകെ കുഴപ്പത്തിലായി. ഇനി നടക്കാൻ പോകുന്ന മറ്റൊരു വെറൈറ്റി ഐറ്റം നമുക്കറിയാം. ഇന്ത്യൻ സിനിമയിലെ അത്ഭുത പ്രതിഭ ശ്രീ കമൽ ഹാസൻ ദശാവതാരം എന്ന ചിത്രത്തിൽ 10 വേഷങ്ങൾ അദ്ദേഹം കൈകാര്യം ചെയ്തുവെങ്കിൽ ഇവിടെ ഞങ്ങളുടെ വേദി ഞങ്ങളുടെ പ്രിയപ്പെട്ട കലാകാരൻ പ്രകാശ് കുടവനക്കുന്ന നിങ്ങളുടെ മുന്നിലേക്ക് എത്തുകയാണ്. വിൻസെന്റ് അദ്ദേഹത്തിന്റെ പാവന സ്മരണയ്ക്ക് മുന്നിൽ ഈ ഗാനം സമർപ്പിക്കുന്നു. പൂമരം ചൂടും വാരിളം പൂങ്കുലയ്ക്കുള്ളിൽ വാടകയ്ക്കൊരു മുറിയെടുത്തു വടക്കൻ തെന്നൽ പണ്ടൊരു വടക്കൻ തെന്നൽ. വാഗപ്പൂമരം ചൂടും വാരിളം പൂങ്കുലയ്ക്കുള്ളിൽ വാടകയ്ക്കൊരു മുറിയെടുത്തു വടക്കൻ തെന്നൽ പണ്ടൊരു വടക്കൻ തെന്നൽ. വാതിലിൽ വന്നെത്തി നോക്കിയ വസന്ത പഞ്ചമി പെണ്ണിൻ വളകിലുക്കം കേട്ടു കോരി തരിച്ചു നിന്നു തെന്നൽ തരിച്ചു നിന്നു. വിരലൊടിച്ചു വിളിച്ച നേരം വിരൽ കടിച്ചവൾ അരികിൽ വന്നു. വിധുവദനയായി വിവശയായവൾ ഒതുങ്ങി നിന്നു. നാണം കുടുങ്ങി നിന്നു. നിരവധി വില്ലന്മാർ തങ്ങളുടെ കഴിവ് തെളിയിച്ച് മലയാള സിനിമയിൽ നിറഞ്ഞെങ്കിലും പ്രേക്ഷകർ ഇരു കൈയും നീട്ടി സ്വീകരിച്ചത് എം.എൻ. നമ്പ്യാരെയാണ്. തമിഴ് സിനിമയിൽ മുടിചൂടാമന്നന്മാരായ നായകന്മാർക്ക് സ്ഥിരം വില്ലനായി വന്നിരുന്ന തമിഴ് ജനതയുടെ സ്വന്തം വില്ലനെ മലയാള മണ്ണ് ദത്തെടുത്തു. പ്രേക്ഷകരുടെ ആഗ്രഹവും സംവിധായകരുടെ തീരുമാനവും കൂടി ചേർന്നപ്പോൾ എം.എൻ. നമ്പ്യാർ എന്ന നടൻ മലയാളത്തിൽ ഒരു പുതിയ ഫോർമുലയ്ക്ക് രൂപം നൽകി. ഈ അടുത്ത കാലത്ത് സിനിമാ ലോകത്തിന് നഷ്ടമായ ആ കലാകാരൻ ഒരു കാലഘട്ടത്തിന്റെ ആവശ്യവും ആവേശവുമായിരുന്നു. രാഘവൻ ഭാഗ്യവാനുണ്ട്. സുന്ദരിയായ ഒരു ഭാര്യ. നിന്റെ സുശീലയെ കണ്ടത് മുതൽ എനിക്ക് അവളോടൊരു മോഹം തോന്നി. സുശീല രക്ഷപ്പെട്ടിരിക്കുന്നു. ഇനി എന്നെ കൊണ്ട് സഹിക്കാനാവില്ല. അങ്ങനെ പറയണ്ട. മുന്നേറിക്കൊണ്ടിരുന്ന മലയാള ചിത്രങ്ങൾ പെട്ടെന്നാണ് നായക പരിവേഷങ്ങൾക്ക് മാറ്റങ്ങൾ വന്നു തുടങ്ങിയത്. നടന്മാർ പാടിയാൽ മാത്രം പോരാ, ഡാൻസും ചെയ്യണമെന്ന നിബന്ധന നിലവിൽ വന്നു.
ക്യാബറേ ഡാൻസിന് പുറമെ ഡിസ്കോ ഡാൻസ് കൂടി ഉണ്ടെങ്കിലേ ചിത്രം വിജയിക്കൂ എന്ന സത്യവും അന്നത്തെ സംവിധായകർ മനസ്സിലാക്കി. ചുരുണ്ട ഹിപ്പി മുടിയും തലയിൽ റിബൺ കൊണ്ടുള്ള കെട്ടും തിളങ്ങുന്ന ഷർട്ടുകളുമായി വന്ന രവീന്ദ്രൻ എന്ന നടൻ ചുണ്ടുകൾ കൊണ്ടാണ് അഭിനയിച്ചിരുന്നത്. അദ്ദേഹത്തിന്റെ ഇടതും വലതും മാറി മാറി കൈകൊണ്ടുള്ള ചടുലമായ കുത്തുകൾ ഇത് പിന്നീട് ഡിസ്കോ ഡാൻസായി മാറുകയും ചെയ്തു. അന്നത്തെ ഡാൻസും ഇന്നത്തെ കാലഘട്ടത്തിലെ ഡാൻസും തമ്മിലുള്ള വ്യത്യാസം കാണുമ്പോൾ നമ്മൾ സ്വയം ചോദിച്ചു പോകുന്നു, ഇതും ഡാൻസോ? അതെ, ഇങ്ങനെയും ഡാൻസ് ചെയ്യാം. പുഴയോരം കുയിൽ പാടി കിളിച്ചുണ്ടൻ മാവിന്റെ കൊമ്പിൽ വിഷുമാസ ഗാനം. പുഴയോരം കുയിൽ പാടി കിളിച്ചുണ്ടൻ മാവിന്റെ കൊമ്പിൽ വിഷുമാസ ഗാനം. മഞ്ജു തെന്നൽ കൊഞ്ചി വീശി, മഞ്ജു തെന്നൽ കൊഞ്ചി വീശി, മലരിലും തളിരിലും കിലുകിലും, മലരിലും തളിരിലും കിലുകിലും. മയിലഴകൊഴുകും രതിരസ കുസുമം നീ, വിഴീണ പോലും മതഭരലയലസിതം. മയിലഴകൊഴുകും രതിരസ കുസുമം നീ, വിഴീണ. ചമ്പൽക്കാടുകളെ കിടുകിടെ വിറപ്പിച്ച കൊള്ളക്കാരന്റെ കഥ പറഞ്ഞ ഷോലെ എന്ന ഹിന്ദി സിനിമയിലെ ഗബ്ബർ സിംഗിനെ നാം ഇന്നും ഭയത്തോടെ മാത്രം കാണുന്നു. അതുപോലെ മലയാള സിനിമാ വേദിയിൽ ആസ്വാദകർക്ക് ഭയത്തിന്റെ മഹാസാഗരം തുറന്നിട്ടൊരു വില്ലൻ നമുക്കുണ്ടായിരുന്നു. ഞാൻ എന്റെ അതിഥികളെ സൽക്കരിക്കുന്ന സ്ഥലത്ത് വന്ന് ബഹളം ഉണ്ടാക്കി എന്നെ അപമാനിക്കാനാണോ ശ്രമം? അധികാരമുള്ളതുകൊണ്ട് എന്തുമാകാമെന്ന് വിചാരിക്കരുത്. മലയാളിക്ക് നേർപരിചയമില്ലാത്ത കൊള്ളസങ്കേതങ്ങളിലെ കത്തുന്ന കണ്ണുകളുള്ള തലവനെ പലവട്ടം അനശ്വരമാക്കിയ അതുല്യനായ പ്രതിഭ ജോസ് പ്രകാശ്. ഞാൻ വലിയൊരു എക്സ്പോർട്ടിംഗ് കമ്പനിയുടെ ഉടമസ്ഥനാണ്. രജനി കോർപ്പറേഷൻ പ്രൊപ്രൈറ്റർ മിസ്റ്റർ രത്നാകരൻ. അണ്ടർസ്റ്റാൻഡ്? വീര്യക്രൗര്യങ്ങളുടെ പുതിയ ഇതിഹാസം രചിച്ച ജോസ് പ്രകാശ്. ഹലോ മിസ്റ്റർ പെരേര, ഞാൻ നിങ്ങളെ കാത്തിരിക്കുകയായിരുന്നു. ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് വിത്ത് സ്യൂട്ടബിൾ വേർഡ്സ്. നീ വന്ന കാര്യം പറ. ബോസ്, നാളെ ശശിയണ്ണന്റെ വീട്ടിൽ ചാണാൻ ചമക്കാൻ വിളിച്ചേക്കുക. പോയി ചെമന്നിട്ട് കൊടുത്താൽ കുട്ടയ്ക്ക് 10 രൂപ വെച്ച് തരും. വെൽ, ആ കൊട്ടേഷൻ നമുക്ക് കേൾക്കാം. എവിടെ ക്യാമറ ഇടാൻ? മലയാള സിനിമ ആധുനിക യുഗത്തിലേക്ക് കടന്നു കഴിഞ്ഞപ്പോൾ ഒരു പിടി നടീനടന്മാർ അഭ്രപാളികളിലേക്ക് രംഗപ്രവേശം ചെയ്തു. ആ കൂട്ടത്തിലെ അനുപമ ചൈതന്യമുള്ള വ്യക്തിത്വം പ്രതാപ് ചന്ദ്രൻ. പ്രതിനായക കഥാപാത്രങ്ങളുടെ പൂർണ്ണത, അച്ചായന്മാരും ആഭ്യന്തരമന്ത്രിമാരും അബ്കാരി കോൺട്രാക്ടർമാരും അതിശക്തവും അതിമനോഹരവുമായി സിൽവർ സ്ക്രീനിലെത്തിച്ച കരുത്തനായ നടൻ. പ്രതാപമുള്ള കഥാപാത്രങ്ങളെ അനശ്വരമാക്കിയ പ്രതാപചന്ദ്രൻ. ഒരു പട്ടരാ സേതുരാമനോ വട്ടാപരാമനോ അങ്ങനെ പേര്. കൂടെ ആരൊക്കെയോ ഉണ്ട്. എന്ത് പട്ടരിൽ പൊട്ടനില്ലെന്നോ? എന്റെ ഡോക്ടറെ ഇപ്പൊ സൂക്ഷിക്കാൻ ഒന്നുമില്ല. അതൊക്കെ പണ്ട്. ഇപ്പൊ ഉള്ളത് മുഴുവൻ പേടാ. പട്ടാഭിരാമനല്ല, സേതുരാമൻ. പട്ടര ബ്ലോക്ക് ഓഫീസിൽ നിന്നല്ല, CBI ന്നാ. മിസ്റ്റർ നാരായണന് മന്ത്രിമാർക്കിടയിലൊക്കെ നല്ല സ്വാധീനമാണല്ലേ? ഏയ്, ആര് പറഞ്ഞു? ഞാൻ പാവമാണ് സർ. ഒരു CBI ഡയറക്കുറിപ്പ് എന്ന ചിത്രത്തിലെ അദ്ദേഹത്തിന്റെ കഥാപാത്രം ആരും മറന്നു കാണില്ല. ഇവിടെ പട്ടേ ടെലിഫോൺ ബില്ലിന്റെ ഡ്യൂപ്ലിക്കേറ്റർ കാണിച്ച് എന്നെ പറ്റിച്ചല്ലടാ. ഈ നാരായണൻ ആരാണെന്ന് അറിയാവോ നിനക്ക്? നീ നോക്കിക്കോ, നിന്നെ നിന്റെ ഈ വാന്റെ പടയും ഞാൻ ഇവിടുന്ന് കെട്ടിക്കും. തിരുവനന്തപുരത്ത് മാത്രമല്ലടാ, ഡൽഹിയിലും ഉണ്ടാ എനിക്ക് വേണ്ടപ്പെട്ടവര്. ഇറങ്ങി വേടാ. സ്വന്തം ശാസ്ത്രം അടക്കി പിടിച്ചുകൊണ്ട് ഏകദേശം പെർഫോം ചെയ്യുന്ന 5 മിനിറ്റ് ആണെങ്കിലും 15 മിനിറ്റോളം അദ്ദേഹം ജീവൻ പണയം വെച്ചുകൊണ്ട് ആ ബോർഡിനകത്ത് എയർ അടിച്ച് അതിന്റെ അകത്ത് ശ്വാസം അടക്കി പിടിച്ചെന്ന് പെർഫോം ചെയ്യാൻ പോവുകയാണ് ഈ കലാകാരൻ. ഇവർക്ക് നല്ലൊരു കൈ എടുത്തുകൊണ്ട് നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. ഞങ്ങളുടെ പ്രിയ കലാകാരന്മാർ നിങ്ങളുടെ മുന്നിൽ ഒരുക്കുന്നു ബോൾ ഡാൻസ്.
me 10 feet off the ground. And I'm hearing what you say, but I just can't make a sound. You tell me that you need me, then you go and cut me down. But wait, you tell me that you're sorry, didn't think I'd turn around. You say that it's too late to apologize. It's too late. I said it's too late to apologize. It's too late. I take another chance, take a fall, take a shot for you. Oh, and I need you like a heart needs a beat, but it's nothing new. Yeah, yeah, I loved you with the fire red, now it's turning blue. And you say sorry like the angel heaven let me think was you. But I'm afraid it's too late to apologize. It's too late. I said it's too late to apologize. It's too It's too late to apologize. It's too late. I said it's too late to apologize. It's too late. I said it's too late to apologize. Yeah. I said it's too late to apologize. Yeah. I'm holding on your own, got me 10 feet ഈ പരിപാടി ഇങ്ങനെ ക്ലൈമാക്സിലേക്ക് തന്നെ കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ 11:30 നിർത്തരുത് എന്നാണ് പറയണത്. മണിയേട്ടന് എത്ര പാടിയാലും മതിയാവില്ല എന്നാണ് മണിയേട്ടൻ പറയുന്നത്. അതുകൊണ്ട് നമുക്ക് ഈ പരിപാടിയുടെ ഇങ്ങനെ കൂട്ടി 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 നമ്മളിങ്ങനെ ഒരൊറ്റ ആള് പോയിട്ടില്ല. അതാണ് അത് ഏറ്റവും ഇക്കത് പറയാനുള്ള സത്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, സാധാരണ നമ്മളൊരു പ്രോഗ്രാം തുടങ്ങുമ്പോൾ പകുതി എത്തുമ്പോൾ ജനങ്ങളെല്ലാം എഴുന്നേറ്റ് പോകും. ഇതിങ്ങനെ കൂടി കൂടി വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരാളും പോയില്ല. അത് ഇത്രയും സൈലന്റ് ആയിട്ട് ഇത്രയും ആസ്വദിച്ചിരിക്കുന്ന ഓഡിയൻസിനെ ഞാൻ കണ്ടിട്ടില്ല. നല്ല അച്ചടക്കമുള്ളവരാണ്, അച്ചടക്കമുള്ള ആളുകളാണ്. അതിന് എത്ര നന്ദി പറയണ്ടെന്ന് അറിയില്ല. അപ്പം നിങ്ങൾക്കെല്ലാം അത്രയും നന്ദി പറയണം. നിങ്ങൾക്കെല്ലാവർക്കും പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു. മണിച്ചേട്ടനും ടീമാംഗങ്ങൾക്കും നല്ലവണ്ണം ഹൃദയം നിറഞ്ഞ നന്ദി. നിങ്ങൾ ഇഷ്ടപ്പെട്ട കുറെ പാട്ടുകൾ എൻ്റെ അടുത്ത് പറഞ്ഞു. ആ പാട്ടുകളിലേക്ക് നമുക്ക് കിടക്കാം. എൻ്റെ പൊന്നുമക്കളെ, ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല ഇത്രയും ജനങ്ങളെ. എൻ്റെ ഹൃദയം തൊട്ട് ഞാൻ പറയണേ, ഒരുപാട് വേദികളിൽ, ഒരുപാട് സ്റ്റേറ്റുകളിൽ, ഒരുപാട് സ്ഥലങ്ങളിലും അമേരിക്ക മുതൽ ലണ്ടൻ വരെ പരിപാടിക്ക് പോയിട്ടുള്ള ആളാണ്. പക്ഷെ ഇങ്ങനെ ജനത്തിനെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. അല്ല, ഈ നാടിന്റെ സ്നേഹമാണ് ഞാൻ കാണുന്നത്. എന്തായാലും ഒരു പാട്ട് നിങ്ങൾക്ക് വേണ്ടി ഞാൻ പാടാം. ഓടപ്പഴം പോലൊരു പെണ്ണിന് വേണ്ടി ഞാൻ കൂടപ്പുഴാകെ അലഞ്ഞോ നണ്ടി. ഓടപ്പഴം പോലൊരു പെണ്ണിന് വേണ്ടി ഞാൻ കൂടപ്പുഴാകെ അലഞ്ഞോ നണ്ടി.
ഓടപ്പഴം പോലൊരു ഓടപ്പഴം പോലൊരു പെണ്ണിനെ വേണ്ടി ഞാൻ പുഴപുഴാകെ അലഞ്ഞോ നാട്ടി. ഓടപ്പഴം പോലൊരു ഓടപ്പഴം പോലൊരു ഓടപ്പഴം പോലൊരു പെണ്ണിനെ വേണ്ടി ഞാൻ പുഴപുഴാകെ അലഞ്ഞോ നാട്ടി. 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 ഓടപ്പഴം പോലൊരു പെണ്ണിനെ വേണ്ടി ഞാൻ കൂടപ്പുഴാകെ അലഞ്ഞോ നാട്ടി. ഇതാ കണ്ണിമാങ്ങ പ്രായത്തിൽ നിന്നെ ഞാൻ കണ്ടപ്പോൾ മാമ്പഴമാകട്ടെ എന്റെ പുരനാരേ മാമ്പഴമാകട്ടെ. കണ്ണിമാങ്ങ പ്രായം കണ്ടപ്പോൾ മാമ്പഴമാകട്ടെ എന്റെ മുന്നാരെ മാമ്പഴമാകട്ടെ. കണ്ണിമാങ്ങ പ്രായത്തിൽ ഞാൻ കണ്ടപ്പോൾ മാമ്പഴമാകട്ടെ എന്റെ മുന്നാരെ മാമ്പഴമാകട്ടെ. എന്റെ മുന്നാരെ എത്ര ഞാൻ വാങ്ങി തന്നു. പുള്ളിയുള്ള നിന്നുന്ന പാവാട എത്ര ഞാൻ വാങ്ങി തന്നു. എന്റെ മുന്നാരെ എത്ര ഞാൻ വാങ്ങി തന്നു. കണ്ണിമാങ്ങ പ്രായത്തിൽ എന്നെ ഞാൻ കണ്ടപ്പോൾ മാമ്പഴമാകട്ടെ എന്റെ മുന്നാരെ മാമ്പഴമാകട്ടെ. വീടാതെ സൂക്ഷിക്കണേ എന്റെ മുന്നാലെ വീടാതെ സൂക്ഷിക്കണേ. ഓടുന്ന വണ്ടിയിലെ ചാടി കയറുമ്പോൾ വീടാതെ സൂക്ഷിക്കണേ എന്റെ മുന്നാലെ വീടാതെ സൂക്ഷിക്കണേ. പ്രായത്തിൽ എന്നെ ഞാൻ കണ്ടപ്പോൾ മാമ്പഴമാകട്ടെ എന്റെ മുന്നാലെ മാമ്പഴമാകട്ടെ.
ചന്തുള്ള പെണ്ണിനെ കെട്ടാണ് ചന്തുള്ള പെണ്ണിനെ കെട്ടാമോ ആയുസം പോയി എന്തഴകും പോയി പണ്ടു പറഞ്ഞു ഞാൻ കുഞ്ഞാഞ്ഞോട് ചന്തുള്ള പെണ്ണിനെ കെട്ടാണ് ചന്തുള്ള പെണ്ണിനെ കെട്ടാമോ ആയുസം പോയി എന്തഴകും പോയി. ശരിക്കും പറഞ്ഞ നമ്മളെക്കാൾ നമ്മൾ സൗന്ദര്യമില്ലെങ്കിലും നമ്മുടെ ഭാര്യയ്ക്ക് സൗന്ദര്യം ഉണ്ടെങ്കിൽ അത് വലിയ പ്രശ്നമാണ്. അതുകൊണ്ടാണ് ഈ പാട്ടിന്റെ വരി. പണ്ടും പറഞ്ഞു ഞാൻ കുഞ്ഞാഞ്ഞോട് ഈ ചന്തുള്ള പെണ്ണീനെ കെട്ടണ്ട ഈ ചന്തുള്ള പെണ്ണീനെ കെട്ടിയ മൂലം ആയസും പോയി എൻ്റെ അഴകും പോയി. എങ്ങനെയാണ് എന്താ പറഞ്ഞ ചന്തുള്ള പെണ്ണിനെ കെട്ടിയ മൂലോ ആയുസും പോയി എൻ്റെ അഴകും പോയി. പണ്ടും ചാടണ ചേലി കണ്ട് പിന്നെ ഈ മന്നൻ ചാടിയല കുഞ്ഞാഞ്ഞെ അണ്ണാൻ ചാടണ ചേലി കണ്ട് ഈ മന്നൻ ചാടിയല കുഞ്ഞാഞ്ഞെ ആണിനോതിങ്ങണ പെണ്ണല്ലെങ്കിൽ പിന്നെ ജന്മം തുലഞ്ഞില്ലേ കുഞ്ഞാഞ്ഞെ. സത്യം. ആണിനോതിങ്ങണ പെണ്ണല്ലെങ്കിൽ പിന്നെ ജന്മന്തുലഞ്ഞില്ലേ കുഞ്ഞാഞ്ഞെ. അതല്ലെങ്കിൽ അതിനോട് 100 പ്രാവശ്യം ഞാൻ പറഞ്ഞേക്കാം. ഭംഗിയുള്ള പെണ്ണിനെ കല്യാണം കഴിക്കേണ്ടെന്ന് കേട്ടില്ലല്ലോ. പണ്ടും പറഞ്ഞു കുഞ്ഞാഞ്ഞോട് ചന്തുള്ള പെണ്ണിനെ കെട്ടാണ് ചന്തുള്ള പെണ്ണിനെ കെട്ടിയാമൂലോ ആയുസും പോയി എൻ്റെ അഴകും പോയി. പണ്ടും പറഞ്ഞു ഞാൻ കുഞ്ഞാഞ്ഞോട് ചന്തുള്ള പെണ്ണിനെ കെട്ടാണ് ചന്തുള്ള പെണ്ണിനെ കെട്ടിയാമൂലോ ആയുസും പോയി എൻ്റെ അഴകും പോയി. അന്തം ചമയണ് ആദിചമയണ് ആർക്ക് കാണാന കുഞ്ഞാഞ്ഞെ. അന്തം ചമയണ് ആദിചമയണ് ആർക്ക് കാണാന കുഞ്ഞാഞ്ഞെ. അന്തിക്കൊരുങ്ങി ചന്തേ പോണത് ഈ പെണ്ണിനു പാടുണ്ടോ കുഞ്ഞാഞ്ഞെ. അന്തിക്കൊരുങ്ങി ചന്തേ പോണത് ഈ പെണ്ണിനു പാടുണ്ടോ കുഞ്ഞാഞ്ഞെ. ഇല്ല കുഞ്ഞാഞ്ഞെ. ഇല്ല ഇല്ലേ ഇല്ല. സത്യം സത്യം. പണ്ടും പറഞ്ഞു ഞാൻ കുഞ്ഞാഞ്ഞോട് ചതുള പെണ്ണിനെ കെട്ടാണ് ചതുള പെണ്ണിനെ കെട്ടാമോ ആയുസും പോയി എൻ്റെ അഴകും പോയി. പണ്ടു പറഞ്ഞു ഞാൻ കുഞ്ഞാഞ്ഞോട് ചതുള പെണ്ണിനെ കെട്ടാണ് ചതുള പെണ്ണിനെ കെട്ടിയാമോ ആയുസും പോയി എൻ്റെ അഴകും പോയി. പണ്ടു പറഞ്ഞു ഞാൻ കുഞ്ഞാഞ്ഞോട് ചതുള പെണ്ണിനെ കെട്ടാണ് ചതുള പെണ്ണിനെ കെട്ടിയാമോ ആയുസും പോയി എൻ്റെ അഴകും പോയി. പണ്ടു പറഞ്ഞു ഞാൻ കുഞ്ഞാഞ്ഞോട് ചതുള പെണ്ണിനെ കെട്ടാണ് ചതുള പെണ്ണിനെ കെട്ടിയാമോ ആയുസും പോയി എൻ്റെ അഴകും പോയി. താങ്ക് യു. മലയാളം മിക്സ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കുറച്ച് ഗാനങ്ങൾ കോർത്തിണക്കി ഇവിടെ നമ്മൾ നൃത്തച്ചുവടുകൾ ഒരുക്കാൻ പോവുകയാണ്. ഇവിടെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന കുറെ ഗാനങ്ങളാണ് കോർത്തിണക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള മലയാളം മിക്സുമായി ഞങ്ങളുടെ പ്രിയ താരങ്ങൾ നിങ്ങളുടെ മുന്നിൽ. പൂക്കാത്ത മാവിൻ്റെ കായ്ക്കാത്ത കൊമ്പത്തെ കൽപ്പകമഴ
കണ്ട കനിയാണ് പെണ്ണ്. ആ പൂക്കാത്ത മാവിൻ്റെ കായ്ക്കാത്ത കൊമ്പത്തെ കൽ കണ്ട കനിയാണ് പെണ്ണ്. ആ പഞ്ചവർണ്ണ തത്ത പോലെ കൊഞ്ചി വന്ന പെണ്ണേ, പഞ്ചസാര വാക്കുകൊണ്ടൻ നെഞ്ച് തളരണ പൊന്നേ. പഞ്ചവർണ്ണ തത്ത പോലെ കൊഞ്ചി വന്ന പെണ്ണേ, ഓ കൊഞ്ചി വന്ന പെണ്ണേ. പഞ്ചസാര വാക്കുകൊണ്ടൻ നെഞ്ച് തളരണ പൊന്നേ, പഞ്ചവർണ്ണ തത്ത പോലെ കൊഞ്ചി വന്ന പെണ്ണേ. മകരി തങ്കത്തുങ്ക തതിങ്കിണ തിങ്കിത തിമികിടമേളം തകസം സരി സരിഗമ കിടത്ത തിന്നിങ്കിണ തിന്തിനി തളങ്കൃത താളം സംഗൃത പമകരി തങ്കത്തുങ്ക തതിങ്കിണ തിങ്കിത തിമികിടമേളം തകസം സരി സരിഗമ കിടത്ത തിങ്കിങ്കിണ തിന്തിനി തളങ്കൃത താളം. പഞ്ചാരപ്പനങ്കിളിക്ക് ഇക്കാന്റെ കരളെ ഉമ്മാന്റെ പൊരുളെ മുത്താണ് നീ നമ്മക്ക്. പാവാട വേണം മേലാട വേണം പഞ്ചാരപ്പനങ്കിളിക്ക്
ഇവിടെ ഇന്നത്തെ ദിവസത്തിന്റെ അവസാന നിമിഷത്തിലേക്ക് നമ്മൾ എത്താൻ പോവുകയാണ്. ഏറ്റവും കൂടുതൽ നന്ദി പറയാനുള്ളത് ഇവിടെ കൂടിയിട്ടുള്ള മീഡിയാസിനും പത്രമാധ്യമ പ്രവർത്തകർക്കും പിന്നെ ഞങ്ങളെപ്പോലുള്ള കലാകാരന്മാരെ വളർത്തി വലിയ ഈ നാട്ടിൽ എല്ലാവർക്കും ഈ കറുമ്പനായ കുറുമ്പന്റെ ഹൃദയം നിറഞ്ഞ 1000 നന്ദി. അത് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ ഇത്രയും ജനങ്ങളെ കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് നിങ്ങളുടെ സ്നേഹം എനിക്ക് ഉണ്ടാവും. പ്രിയമുള്ളവരെ, എന്തായാലും ഇനി അവസാന ഐറ്റത്തിലേക്ക് കടക്കാൻ പോവുകയാണ്. സ്റ്റേജിലേക്ക് ആരും വരരുത്. മരക്കാക്കാന്റെ മുറുക്കാങ്കടയിലും ഇരിക്കാൻ പറഞ്ഞപ്പോൾ ഇരുന്നുമ്മ, മണിക്കൂറായിരം സൊറ പറഞ്ഞിരുന്നപ്പോൾ വാങ്ങാൻ പറഞ്ഞത് മറന്നുമ്മ. മരക്കാക്കാന്റെ മുറുക്കാൻ കടയിലും ഇരിക്കാൻ പറഞ്ഞപ്പോൾ ഇരുന്നുമ്മ, മണിക്കൂടാതര മണിക്കൂറോളും സ്വറ പറഞ്ഞിരുന്നത് ശരിയുമ്മ, സ്വറ പറഞ്ഞിരുന്നത് ശരിയുമ്മ.
എന്നെ പൂനവിടുന്ന് ചതിച്ചാരേ വന്നത് എന്നത് എന്താണിപ്പോഴും നിങ്ങളെടുത്ത് തിന്നാത്ത് ചെന്നാത്ത് തന്നിലുള്ള കനിയൊക്കെ ഇരുമിക ജാതിയാണിത് നാദരയും യാതൊരാൾ മണിച്ചാറ് എന്നുമേ പാടി അമ്പുശീലവരാടി എന്ന് പഴം പരിതോടി വന്നു മുറിച്ചതിൽ കൂടി ഇന്നവതങ്ങൾ രംഗിലൊടുങ്ങി മങ്ങിളങ്ങി വിളങ്ങി വിഴുങ്ങി സംഗ്രത മകരെ സരി സരി ഗമ കിടന്നിട്ട് കടിക്കിട തിന്തിരി താളക്കിട ഉത്തപ്പം വേണോ പെണ്ണെ കൊണ്ട വേണോ ഉണ്ടാക്കി ചേട്ടൻ തന്ന പുട്ടു വേണോ ഉത്തപ്പം വേണോ പെണ്ണെ കൊണ്ട വേണോ ഉണ്ടാക്കി ചേട്ടൻ തന്ന പുട്ടു വേണോ പരിപ്പും ചേർത്ത് കദളി പഴവും ചേർത്ത് കത്തിയുടെ പാൽമായെന്ന് ഒച്ചുവെണ്ണെ കുയിലാളെ ഒന്നു വേണം കൂടൽ വേണം പുറമ വേണം വരവെത്താനാളു വേണം കൊടി തോരണങ്ങൾ വേണം വിജയശ്രീലാളി തരായി മറന്നു ഞങ്ങൾ जय हे